ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ പരമശിവന്റെ പത്നിയും ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തിയുടെ പൂർണ്ണ അവതാരവുമാണ് മഹാദേവിയായ പാർവതി. ശിവന്റെ പകുതി ശരീരമാണ് ശക്തിസ്വരൂപിണിയായ പാർവതി എന്നാണ് വിശ്വാസം. ശിവന്റെ ശക്തി എന്നത് പാർവതിയായി പുരാണങ്ങൾ സമർത്ഥിക്കുന്നു. ശക്തിയെക്കൂടാതെ ശിവന് ശവസമാനനായി കണക്കാക്കുന്നു. ശൈവ പുരാണങ്ങൾ പ്രകാരം ശരീരത്തിലെ ജീവൻ ശിവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു. പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയായതിനാലാണ് ഭഗവതിക്ക് പാർവതി എന്ന പേര് വന്നത്. പുരാണങ്ങൾ പ്രകാരം ഹിമവാന്റെയും മേനറാണിയുടെയും പുത്രിയായി സർവേശ്വരിയായ ആദിപരാശക്തി അവതരിക്കുകയും മഹാദേവനെ വിവാഹം ചെയ്യുകയും ചെയ്തു. ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവർ മക്കളാണ്. ത്രിപുരസുന്ദരിയും പ്രകൃതിയും കുണ്ടലിനിയും പരമേശ്വരിയുമാണ് പാർവതി. പരമശിവനെയും പാർവതിയെയും ഈ പ്രപഞ്ചത്തിന്റെ മാതാപിതാക്കന്മാരായ പരബ്രഹ്മരൂപികളായി ശൈവപുരാണങ്ങൾ വർണ്ണിക്കുന്നു. ഓം ഹ്രീം നമ ശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം ശിവ പാർവതിമാരെ ഉദ്ദേശിച്ചുള്ളതാണ്. ത്രിദേവിമാരിൽ പരാശക്തിയുടെ പ്രതീകമാണ് പാർവതി. പാർവതി സർവഗുണ സമ്പന്നയാണ്. പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ആദിപരാശക്തിയായ ഭുവനേശ്വരിയാണെന്ന് ശാക്തേർ വിശ്വസിക്കുന്നു. പരമശിവന്റെ കൂടെ ചിത്രീകരിക്കുമ്പോൾ പാർവതിക്ക് ഇരുകൈകൾ മാത്രമാണെങ്കിലും ഭുവനേശ്വരി രൂപത്തിലും ദുർഗരൂപത്തിലും കാളി രൂപത്തിലും 4, 8, 18 കരങ്ങൾ ഉള്ളതായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. ത്രിപുരസുന്ദരി രൂപത്തിലും 4 കരങ്ങൾ ഉണ്ട്. ആഹാരവും സമ്പദ് സമൃദ്ധിയും ദാരിദ്ര്യമോചനവും നൽകി അനുഗ്രഹിക്കുന്ന പാർവതിയുടെ ഭാവമാണ് അന്നപൂർണേശ്വരി. ദുഷ്ടന്മാരുടെ നേർക്ക് ചണ്ഡകോപം കാണിക്കുന്നത് കൊണ്ട് ചണ്ഡിക എന്നു പേര് ലഭിച്ചു. ദുഷ്ടവധത്തിനായി പാർവതി സ്വീകരിച്ച കറുത്ത രൗദ്രരൂപമായി മഹാകാളിയെ കണക്കാക്കുന്നു. അതിനാൽ കരിങ്കാളി എന്നറിയപ്പെടുന്നു. പൊതുവെ പാർവതിയുടെ വാഹനം സിംഹം ആണെങ്കിലും മഹാഗൗരി രൂപത്തിൽ വൃഷഭമാണ് വാഹനം. ഭദ്രകാളി രൂപത്തിൽ വേതാളവും വാഹനമാണ്. പൗർണമി ദിവസം ദുർഗ ആയും അമാവാസി ദിവസം കാളി ആയും ഭഗവതിയെ ആരാധിക്കുന്നു. ശിവശക്തി ഐക്യത്തിന്റെ പ്രതീകമായ ശ്രീചക്രത്തിൽ ഭഗവതി തന്നെയാണ് പ്രധാനം. മിക്ക ശിവക്ഷേത്രങ്ങളിലും പാർവതി ദേവിക്ക് പ്രതിഷ്ഠ ഉണ്ട്. ചില ക്ഷേത്രങ്ങളിൽ പാർവതിക്ക് ശിവനേക്കാൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ശിവപ്രതിഷ്ഠ ഉണ്ടെങ്കിലും മധുര മീനാക്ഷി സുന്ദരേശ്വര, കൊല്ലൂർ മൂകാംബിക, തിരുമാന്താകുന്ന് ഭഗവതി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം, ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം തുടങ്ങിയവ ഭഗവതി പ്രധാനമാണ്. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് ശ്രീ പാർവതിയെ ഉദ്ദേശിച്ചാണ്. സർവമംഗളം, ഇഷ്ടവിവാഹം, ദീർഘമാംഗല്യം എന്നിവയാണ് പാർവതി ഉപാസനയുടെ ഫലം എന്ന് വിശ്വാസികൾ കരുതുന്നു. ഹൈന്ദവ സമൂഹത്തിൽ താലി, വിവാഹവസ്ത്രം എന്നിവ പാർവതി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തു ധരിക്കുന്ന ചടങ്ങുകളും കണ്ടുവരുന്നു. സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയമാണ് പാർവതിയാമം എന്നറിയപ്പെടുന്നത്. ദേവി പുരാണങ്ങൾ പ്രകാരം ആദിപരാശക്തി ശിവന് ചുറ്റും പലവിധ ഭാവത്തിൽ തന്റെ ശക്തിയെ ആവിഷ്കരിക്കുമ്പോഴാണ് ശിവൻ സ്പന്ദിക്കാൻ പോലും ശക്തനാകുന്നത്. ഇത്തരത്തിൽ ശിവന് ചുറ്റുമുള്ള 10 ദിശകളിൽ വർത്തിക്കുന്ന ശക്തിയുടെ 10 ആവിഷ്കാരങ്ങളെയാണ് ദശമഹാവിദ്യ എന്ന് പറയപ്പെടുന്നത്. ശിവന്റെ മുന്നിൽ കാളിയും മുകളിൽ താരയും താഴെ ഭൈരവിയും വലത്തുഭാഗത്ത് ചിന്നമസ്തയും ഇടത്തുഭാഗത്ത് ഭുവനേശ്വരിയും പിന്നിൽ ബഗളാമുഖിയും ആഗ്നേയം അഥവാ തെക്ക് കിഴക്കിൽ ധൂമാവതിയും നൈಋത്യ അഥവാ തെക്ക് പടിഞ്ഞാറിൽ മഹാലക്ഷ്മിയും വായുകോണിൽ അഥവാ വടക്ക് പടിഞ്ഞാറിൽ മാതംഗിയും ഈശാനകോണിൽ അഥവാ വടക്ക് കിഴക്കിൽ ഷോഡശി അഥവാ ത്രിപുരസുന്ദരിയും സ്ഥിതി ചെയ്യുന്നു. ശ്രീമദ് ദേവി ഭാഗവതത്തിൽ ആദിപരാശക്തിയായ ശ്രീ ഭുവനേശ്വരി 14 ലോകങ്ങളിൽ ഒന്നായ മണിദ്വീപം എന്ന സ്വർഗീയ നഗരിയിൽ ബ്രഹ്മ, വിഷ്ണു, മഹാദേവൻ തുടങ്ങിയ സർവ്വദേവന്മാരാലും സ്തുതിക്കപ്പെട്ടു സദാശിവ ഫലകത്തിൽ കാമേശ്വരനായ സദാശിവന്റെ മടിത്തട്ടിൽ ശ്രീചക്രരാജം എന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ജഗദീശ്വരിയും മഹാരാജ്ഞിയും പരമേശ്വരി ആണ്. ആ സർവേശ്വരിയുടെ ഇരുവശത്തും ലക്ഷ്മിയും സരസ്വതിയും നിൽക്കുന്നു. ആ ഭഗവതിയുടെ 3 ഭാവങ്ങൾ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇവ യഥാക്രമം താമസിക, രാജസിക, സാത്വിക ഗുണങ്ങളായി വർണ്ണിക്കപ്പെടുന്നു. ആ പരാശക്തിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഉടലെടുത്തു എന്ന് ദേവി ഭാഗവതം പ്രസ്താവിക്കുന്നു. ഭാഗവതത്തിൽ മഹാവിഷ്ണുവിനെ മുൻനിർത്തി മധുകൈടഭന്മാരെ വധിക്കുവാൻ വേണ്ടിയാണ് ആദ്യമായി മഹാകാളി അവതരിക്കുന്നത്. ബ്രഹ്മാവിന്റെ പ്രാർത്ഥന കേട്ടാണ് പരാശക്തി ഇപ്രകാരം അവതരിച്ചത്. ശ്രീപാർവതിയുടെ താമസിക രൂപമാണ് കാളി. ബാലഗണപതിയുടെ ശിരസ് മഹാദേവൻ ഛേദിച്ചപ്പോൾ കോപിഷ്ഠയായ ശ്രീ പാർവതി മഹാകാളിയായി മാറി.
ദേവികോപം ഭയന്ന ത്രിമൂർത്തികൾ ഗണപതിക്ക് ആനയുടെ ശിരസ് നൽകി ഭഗവതിയോട് ക്ഷമാപണം നടത്തി സ്തുതിച്ചു. ദേവി മഹാത്മ്യ ഗ്രന്ഥപ്രകാരം സുംഭനസുംഭ യുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണയേകുവാൻ അവതരിച്ച ഉഗ്രരൂപമാണ് മഹാകാളി. ചണ്ഡികയെ പിടിച്ചുകൊണ്ടുപോകുവാൻ ധൂമ്രലോചനൻ എത്തുന്നു. തന്റെ ഹുങ്കാരത്താൽ ധൂമ്രലോചനനെ നിഗ്രഹിച്ച കാളി ചണ്ഡമുണ്ടന്മാരെയും വധിച്ചതിനാൽ ചാമുണ്ടേശ്വരി എന്നറിയപ്പെട്ടു. പിന്നീട് രക്തബീജവധത്തിന് ദേവിയെ സഹായിക്കുകയും ചെയ്തു. അതിനാൽ രക്തചാമുണ്ഡി എന്നും അറിയപ്പെടുന്നു. നിത്യാനന്ദമയും നിരാകാരയും ആയ പരബ്രഹ്മസ്വരൂപിണിയായ ഉമാദേവിക്ക് ഒരിക്കൽ സാകാര രൂപത്തിൽ അവതരിക്കേണ്ടി വന്നു. ദേവന്മാരുടെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് ജഗന്മാതാവ് സ്വരൂപയായത്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും പരസ്പരം ഘോരയുദ്ധം ചെയ്തു. ആ ഘോരയുദ്ധത്തിൽ മഹാമായ പ്രഭാവത്താൽ ദേവന്മാർ വിജയിച്ചു. അസുരന്മാർ പരാജിതരായി പാതാളത്തിലേക്ക് പോയി. ഗർവിഷ്ഠരായ ദേവന്മാർ തങ്ങളുടെ കഴിവുകൊണ്ടാണ് വിജയം നേടിയതെന്ന് അഹങ്കരിച്ചു. അപ്പോൾ അവരുടെ മുന്നിൽ കുടയുടെ രൂപത്തിൽ ഒരു തേജസ് ആവിർഭവിച്ചു. മുമ്പ് കണ്ടിട്ടില്ലാത്ത ആ രൂപവും തേജസ്സും ദേവന്മാരെ ആശ്ചര്യഭരിതരാക്കി. അഹങ്കാരനാശിനിയായ പരാശക്തിയുടെ മഹിമ മനസ്സിലാക്കാത്തുകൊണ്ടാണ് അവർക്ക് അത്ഭുതം ഉണ്ടായത്. ദേവേന്ദ്രൻ ദേവന്മാരോട് ആ തേജസ് എന്താണെന്ന് പരീക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. വായുദേവനാണ് തേജസ്സിന്റെ മുന്നിൽ ആദ്യം എത്തിയത്. അപ്പോൾ തേജസ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. താൻ ജഗപ്രാണനായ വായുവാണെന്ന് അഹങ്കാരത്തോടുകൂടി പറഞ്ഞു. ചരാചരങ്ങളെല്ലാം തന്നിലാണ് വ്യാപിച്ചിരിക്കുന്നതെന്നും താനാണ് എല്ലാം ചലിപ്പിക്കുന്നതെന്നും കൂടി വായുദേവൻ പറഞ്ഞു. അപ്പോൾ ഒരു തൃണം അവിടെ വച്ചിട്ട് അത് ഇളക്കുവാൻ തേജസ് ആവശ്യപ്പെട്ടു. സർവശക്തിയും പ്രയോഗിച്ചിട്ടും വായുദേവൻ അത് അനക്കുവാൻ സാധിച്ചില്ല. ലജ്ജിതനായ അദ്ദേഹം നടന്ന കാര്യവും തന്റെ പരാജയവും ദേവന്മാരോട് പറഞ്ഞു. തുടർന്ന് ദേവന്മാരും ദേവേന്ദ്രനും ആ തേജസ്സിന്റെ രൂപം ചെന്ന് തൃണം ഇളക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അപ്പോൾ കരുണാമയിയായ ദേവി ദേവന്മാരുടെ അഹങ്കാരം തീർക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും ആയി പ്രത്യക്ഷപ്പെട്ടു. ചൈത്രത്തിലെ മേടമാസം ശുക്ലപക്ഷത്തിലെ നവമി തിഥിയിൽ മധ്യാഹ്ന സമയത്താണ് സച്ചിദാനന്ദ രൂപിണി അവതരിപ്പിച്ചത്. ചുമന്ന വസ്ത്രവും ചുമന്ന മാലയും ധരിച്ച് ചുമന്ന ലേപനങ്ങളോടുകൂടി ചതുർഭുജയായിട്ടാണ് ദേവന്മാർക്ക് ദേവി ദൃശ്യയായത്. താൻ തന്നെയാണ് പരബ്രഹ്മമെന്നും പരംജ്യോതിയെന്നും ദേവി അവരോട് പറഞ്ഞു. ആകാരമില്ലാത്തവളാണെങ്കിലും ചിലപ്പോൾ സാകാരയായും ഭവിക്കും. ചിലപ്പോൾ പുരുഷനായിട്ടും മറ്റു ചിലപ്പോൾ നാരിയായിട്ടും താൻ വർത്തിക്കുന്നു എന്ന് പരാശക്തി പറഞ്ഞു. തനിക്ക് സഗുണമെന്നും നിർഗുണമെന്നും 2 രൂപങ്ങൾ ഉണ്ടെന്ന് ദേവി അറിയിച്ചു. കാളിയും വാണിയും ലക്ഷ്മിയും തന്റെ അംശത്തിൽ നിന്ന് ഉണ്ടായവരാണെന്ന് പറഞ്ഞ ദേവി ത്രിമൂർത്തികളും താൻ തന്നെയാണെന്ന് പറഞ്ഞു. വായുവിനെക്കൊണ്ടും അഗ്നിയെക്കൊണ്ടും ഒക്കെ അതത് കർമ്മങ്ങൾ അനുഷ്ഠിപ്പിക്കുന്നത് ദേവിയാണ്. ചിലപ്പോൾ അസുരന്മാരെയും ചിലപ്പോൾ ദേവന്മാരെയും ദേവി പരാജയപ്പെടുത്താറുണ്ട്. ദേവന്മാർ തങ്ങളുടെ അഹങ്കാരത്തിന് ക്ഷമായാചനം നടത്തുകയും ഇനി അഹങ്കാരം ഉണ്ടാകാതിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു.